പിന്നെ ആ മകൻ പറയുന്നത് പറഞ്ഞാൽ അച്ഛൻ മരിച്ചു, അല്ല അച്ഛൻ നടന്നുപോയി, ആ സമാധി അത് കൊണ്ടാക്കി വെച്ചിരിക്കുന്നില്ലേ അതിനകത്ത് ചെന്നിരുന്നു. അച്ഛൻ പറഞ്ഞു എൻ്റെ ഇത് ആത്മാവ് പോകുമ്പോൾ നിങ്ങൾ സ്ലാബിട്ട് മൂടണമെന്ന് പറഞ്ഞു. അത് മകൻ അനുസരിച്ചു എന്നാണ് മകൻ പറയുന്നത്. പക്ഷേ നാട്ടുകാർക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഈ സംഭവം കണ്ടവരാരുമില്ല. രണ്ട് മക്കൾ മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ നമ്മളെ പോലുള്ള എല്ലാ നാട്ടുകാർക്കും ഇത് എന്താണെന്നുള്ള സത്യാവസ്ഥ അറിയണം. അതിലേക്ക് വേണ്ടിയാണ് നമ്മളെ കൂടെ നിൽക്കുന്നത്. ഇവർ പറയുന്നത് സ്വന്തമായി ചെലവിലാണ് ഈ ക്ഷേത്രമൊക്കെ നിർമ്മിച്ചത്. ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് അവിടെ ഒരു ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട്, ഇവിടെ ഒരു നാഗത്തിന്റെ പ്രതിഷ്ഠയുണ്ട്, പിന്നെ അവിടെ ക്ഷേത്രമുണ്ട്. മൊത്തം ഒരു വിജനമായി കിടക്കുന്ന ഒരു ദുരൂഹമായ ഒരു സ്ഥലം. എങ്ങനെയാണ് ഇവര് സ്വന്തം പ്രയത്നത്തിൽ തന്നെ സ്ഥാപിച്ചതാണ് ഇതെല്ലാം? കുറച്ച് ആദ്യമായിട്ട് അവര് വസ്തുവൊക്കെ കാര്യങ്ങളൊക്കെ മേടിച്ചത് ഇത് കണ്ടമായിരുന്നു, വയലായിരുന്നു. ഇവിടെ തിരുവനന്തപുരം ഭാഷ പറഞ്ഞാൽ വയലായിരുന്ന സ്ഥലത്ത് അവർ ഒരു വസ്തു മേടിച്ച് വീട് വെച്ചതിന് ശേഷമാണ് അമ്പലം പണിതത്. അത് ആദ്യത്തെ കുറച്ച് നാൾ അവർ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ ഇവിടെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി കുറച്ച് അംഗങ്ങൾ 6-7 പേരുണ്ടായിരുന്നു. ആ ട്രസ്റ്റിൽ കുറേ അംഗങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അവരും പൈസയൊക്കെ പിരിച്ചു അമ്പലം പണിതതാണെന്നാണ് പറയുന്നത്. എൻ്റെ വീട് തൊട്ട് മേളിലാണ്, പക്ഷേ ഞാനിപ്പോൾ ഇവിടെ അല്ല താമസം. എന്നാലും നമുക്ക് അറിയാമെന്നുള്ളത് എൻ്റെ അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോഴങ്ങനെ അവർ പിന്നെ ഈ ട്രസ്റ്റ് പെണ്ണുങ്ങൾ വരുമ്പോൾ പിന്നെ ചുരിദാർ ഇട്ടുകൊണ്ട് വരാൻ പാടില്ല, പിന്നെ പെണ്ണുങ്ങൾ വരുമ്പോൾ വേറെ വസ്ത്രം ധരിച്ചേ ഈ അമ്പലത്തിൽ കയറാൻ പാടുള്ളൂ എന്നുള്ള, ഈ നമ്മളെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആണുങ്ങൾ മുണ്ടെടുത്തുകൊണ്ട് കയറാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇവരും അങ്ങനത്തെ ഒരു ഇതിലാണ്. അത് പെണ്ണുങ്ങൾക്ക് ചുരിദാർ ഇടാൻ പാടില്ല, അങ്ങനെയൊക്കെ ഒരു ഐതിഹ്യങ്ങളൊക്കെ കൊണ്ടുവന്നു. പിന്നെ ഇയാൾ പിന്നെ കുറേ കാലം ഇവിടുത്തെ ആറാലുമൂട് മാർക്കറ്റിലെ ഹെഡ് ലോഡ് വർക്കറായിരുന്നു, BMCൻ്റെ ഹെഡ് ലോഡ് വർക്കറായിരുന്നു അദ്ദേഹം. പിന്നെ അത് അവിടെ റിട്ടയർമെൻ്റ് ഉണ്ട്. റിട്ടയർഡ് ആയിട്ട് പിന്നെ അയാൾ വന്ന് ഇവിടെ അതങ്ങനെ കുറച്ച് മുടിയൊക്കെ വളർന്നു ഇങ്ങനെ സാമിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഷർട്ടിടാതെയും ഒരു കാവി കയ്യിൽ കൊടുത്ത് നടക്കുമായിരുന്നു. ഈ ഗോപൻ ആചാര്യയെക്കുറിച്ച് പറയുമ്പോൾ ചുമട്ടുതൊഴിലാളിയാണ്, ആചാനബാഹുവായ ആരോഗ്യ ദൃഢഗാത്രനായ ഒരാളായിരുന്നു ഗോപൻ ആചാര്യ എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 6 മാസം ഗോപൻ സ്വാമി. അപ്പോൾ കഴിഞ്ഞ 6 മാസമായിട്ടാണ് ഇദ്ദേഹം വയ്യാതെ കിടക്കുന്നത്. എങ്ങനെ ഗോപൻ സ്വാമിയെ നേരത്തെ തൊട്ട് പരിചയമുണ്ടോ? എനിക്ക് എൻ്റെ അമ്മമ്മയുടെ വീടാണ് തൊട്ട് മേളിലുള്ളത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ കാണുന്നല്ലാണ്ട് എനിക്ക് ഇവരുടെ ബാക്കി ചുറ്റുപാടൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വന്നത്. ഞാൻ ഈ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ വീക്കെൻഡിൽ നമുക്ക് പറ്റുള്ളൂ, അങ്ങനെ വന്നതാണ്. എന്താണെന്ന് അറിയണമല്ലോ, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് നമുക്ക് അറിയണം എന്നുള്ള താല്പര്യമുള്ളത് കൊണ്ട് വന്നതാണ്. ഈ ഗോപൻ സ്വാമിയെ കുറിച്ച് ചേട്ടൻ നേരത്തെ പരിചയമുണ്ടോ? ആർക്കാണ് നിങ്ങൾക്ക് പരിചയമുണ്ടോ? നേരത്തെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. പുള്ളി എങ്ങനെയാണ് ആള് നീറ്റാണ്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം അത്ര പരിചയമില്ല. എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് താമസിച്ചിരുന്നത്, എൻ്റെ ബന്ധുവാണ്. ഈ ക്ഷേത്രം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് പല തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും അറിഞ്ഞൂടാ, അപ്പോഴൊന്നും ഞാനിവിടെ ഇല്ല. ആദ്യം താമസിച്ചിരുന്നത് ആറാലുമുടി ചന്തയുടെ അടുത്തായിരുന്നു. അവിടെ നിന്നാണ് ഇവരിങ്ങോട്ട് സ്ഥലം വാങ്ങിച്ച് താമസമായത്.